ഹായ് ഫ്രണ്ട്സ്, വിക്രമിൻ്റെയും വേദയുടെയും ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രമിൻ്റെ ആവശ്യപ്രകാരം രാധ വേദനയും വിക്രമിനെയും കൂടിയിട്ട് ഓട്ടോയിൽ കയറ്റി പോകുന്നുണ്ട്. രാധയ്ക്ക് അത്രയ്ക്ക് താല്പര്യമൊന്നുമില്ല വേദന കയറ്റാൻ, വിക്രമിനെ മാത്രം വീട്ടിലേക്ക് ആക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ വിക്രം എന്തായാലും വേദന കൊണ്ടുവന്നതല്ലേ, ഇനിയുള്ള വഴിയിൽ ഉപേക്ഷിച്ച് പോയാൽ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ എന്നെ വഴക്ക് പറയും, അതുകൊണ്ട് ദയവേത് നീ ഇവളെയും കൂടെ കയറ്റണം എന്നൊക്കെ പറയാണ്. എന്താ ശരി എന്ന് പറഞ്ഞിട്ട് വേറെ നിവൃത്തിയില്ലാണ്ട് അവർ രണ്ടുപേരെയും കൂടെ കയറ്റി രാധ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം വീണ്ടും വിക്രം വേദയും കൂടെ വഴക്കൊക്കെ പിടിക്കുന്നുണ്ട്. രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കി വേദ പുറത്തേക്ക് പോണ സമയത്ത് വിക്രം ഇങ്ങനെ പിടിച്ച് വലിക്കുന്നുണ്ട്. എന്തായാലും നന്ദിനാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒളിഞ്ഞൊന്ന് കാണുന്നുണ്ട്. പിടിച്ച് വലിച്ച് കട്ടിലേക്ക് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വിക്രമിൻ്റെ മേത്ത് കൂടെ വേദ വീഴുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ കട്ടിലേക്ക് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ കുറച്ച് സമയം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖമൊക്കെ നോക്കി അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നന്ദിനി ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നന്ദിനി ഇവർ തമ്മിൽ എന്താണ് ബീച്ചിൽ പോയ കാര്യങ്ങളൊക്കെ സംസാരിക്കാനാണോ വന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒളിഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഇതൊക്കെ ഈ ഒരു കാഴ്ചയൊക്കെ കാണുന്നത്. ഇതൊക്കെ കണ്ട് നന്ദിനി ആകെ ഞെട്ടുട്ടോ. അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ ആകെ ചമ്മലോട് കൂടിയിട്ട് ഐ എം സോറി എന്നൊക്കെ പറയുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ എന്നൊക്കെ പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, ഇതിപ്പോൾ നിങ്ങൾ മനഃപൂർവ്വം ചെയ്താണ്, മനഃപൂർവ്വം നിങ്ങൾ എന്നെ പിടിച്ചു വലിച്ച് കട്ടിലേക്ക് ഇട്ടാണല്ലേ, നിങ്ങൾ ആഗ്രഹം കൊള്ളാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുമ്പോൾ വിക്രം എന്ന് വെച്ചാൽ അത് ഈശ്യം വന്നിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ട് ഇങ്ങനെ വേദന എറിയാണ്. വേദ തെന്നി അങ്ങോട്ട് മാറുന്ന സമയത്ത് അത് നന്ദിനിയുടെ തലയ്ക്ക് വന്ന് കൊള്ളാണ് കേട്ടോ. ഒളിഞ്ഞു കേൾക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ നന്ദിനി ഭയങ്കരമായിട്ട്, നന്ദിനിയല്ല വേദ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ രാത്രി എല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോവുകയാണ്. കറണ്ട് പോണ സമയത്ത് എല്ലാവരും ഇരുട്ടിലാവും, കാരണം എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്, വെളിച്ചില്ല. ഈ സമയത്ത് വേദയാണെന്നുണ്ടെങ്കിൽ ബുദ്ധി പൂർവ്വ വേദ വേഗം തന്നെ പോയിട്ട് ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ച് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. വേദ ഇങ്ങനെ മെഴുകുതിരി കത്തിച്ചുകൊണ്ട് വരുന്ന സമയത്ത് വിക്രമാണെന്നുണ്ടെങ്കിൽ വേദയെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. വേദ മെഴുകുതിരിയുടെ ഒരു പ്രകാശത്തിൽ വേദരായ സൗന്ദര്യം ആസ്വദിച്ച് വിക്രം കുറച്ച് സമയം വേദനെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. വേദയാണെന്നുണ്ടെങ്കിൽ മെഴുകുതിരി കത്തിച്ചിങ്ങാണ്ട് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു മേശയിൽ അവിടെ കൊണ്ടുവയ്ക്കുന്നുണ്ട്. ഒരെണ്ണല്ല കേട്ടോ, കുറേ മെഴുകുതിരികൾ വേദ ഇങ്ങനെ കത്തിച്ച് വയ്ക്കുമ്പോൾ അവിടെ നല്ല വെളിച്ചം ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അതൊരു സന്തോഷമാവും. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം എല്ലാ ജനലുകളൊക്കെ തുറന്നിട്ടിരിക്കുകയാണ്. കാരണം കറണ്ട് അന്ന് വരില്ല എന്ന് ഇലക്ട്രിസിറ്റിയിൽ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ വേദ പായൊക്കെ എടുത്തിട്ട് വിക്രമിൻ്റെ മുറിയിൽ വന്ന് കിടക്കുകയാണ്. വിക്രം ഓടിച്ച് നോക്കിയിട്ടാണ് വേദന. അപ്പോൾ നീ ഇവിടെ കിടക്കണ്ടെന്നൊക്കെ പറഞ്ഞ് നോക്കി. പക്ഷേ വേദ അതൊന്നും കാര്യമാക്കില്ല, വിക്രമിൻ്റെ മുറിയിൽ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അമ്മ കൊടുത്ത ഒരു ബാറ്ററി ഫാനും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ വിക്രത്തിന് കുശുമ്പ് തോന്നാണ്. കാരണം വിക്രം ചൂടെടുത്തിട്ട് കെടുക്കാൻ പറ്റില്ല കിടക്കൽ. വേദയാണെന്നുണ്ടെങ്കിൽ താഴത്ത് ഇങ്ങനെ പായൊക്കെ വിരിച്ച് കിടക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു ബാറ്ററി ഫാനിൽ നിന്ന് വേദയ്ക്ക് നല്ല കാറ്റും കിട്ടുന്നുണ്ട്. വേദ സുഖമായിട്ട് കിടന്നുറങ്ങണമാണ്. വിക്രമിന് കുശുമ്പ് തോന്നിയിട്ട് വിക്രം പതുക്കനെ ഇറങ്ങി വന്നിട്ട് വേദ ഇങ്ങനെ ഉറങ്ങിയോന്ന് ഇങ്ങനെ തൊട്ടടുത്ത് നിന്ന് നോക്കുന്നുണ്ട്. അതിന് ശേഷം ആ ഒരു ഫാൻ എടുത്തുകൊണ്ട് പോവുകയാണ്. ഫാൻ എടുത്തുകൊണ്ട് പോയി തൻ്റെ കട്ടിലിനരികെ വെക്കുന്നുണ്ട്. എന്തായാലും വേദ ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. പക്ഷെ കാണാത്ത പോലെ വേദ കിടന്നുറങ്ങുന്നുണ്ട്. പക്ഷേ ഇതേ സമയം അഭിലാഷ് ആക്രമിച്ച് വീട്ടിൽ കയറാനൊക്കെ നോക്കുന്ന ഒരു ശ്രമം കൂടെ പ്രമോൽ കാണിക്കുന്നുണ്ട്.